പറയൂ, ഇവിടെ ആരാ പ്രൈവറ്റ് ട്യൂഷൻ എടുത്ത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? സോറി മാഡം, ആരുടെങ്കിലും പേരെടുത്ത് പറഞ്ഞ് ഞാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ കുട്ടികൾക്കുണ്ടാവുന്ന പ്രയാസം നമ്മൾ എങ്ങനെയാ പരിഹരിക്കുക? അതിന് എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ അത്? കുട്ടികളെ നല്ല രീതിയിൽ നിരീക്ഷിച്ച് അവരിൽ വീക്കായ കുട്ടികളിൽ ഓരോ ദിവസവും 1 മണിക്കൂർ വീതം എക്സ്ട്രാ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ട്യൂഷൻ ഫീസും ലാഭവും അവരുടെ കുറവുകളെല്ലാം പരിഹരിക്കാൻ സ്കൂളിന് തന്നെ സാധിക്കും. അത് കൊള്ളാലോ, അത് നല്ലൊരാശയോ. ഇപ്പൊ തന്നെ നമ്മൾ വിദ്യാർത്ഥികളിൽ നിന്നും നല്ലൊരു തുക ഫീസായി ഈടാക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് നമ്മൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അത് നമ്മുടെ ബാധ്യതയല്ലേ? ശരിയാണത്. പിന്നെ മാഡത്തോട് എനിക്കൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. എന്താ അത്? കുട്ടികളെ അടുത്തുള്ളൊരു പാർക്കിൽ കൊണ്ടുപോയി ഔട്ട്ഡോർ ക്ലാസ് എടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അവരെ പഠിപ്പിച്ചാൽ അവർക്ക് അധികം പഠനഭാരമൊന്നും അനുഭവപ്പെടില്ല. അതിന് മാഡത്തിന്റെ അനുമതി ഉണ്ടാവുമോ? ഇത് നല്ലൊരാശയം, നമുക്ക് പരിഗണിക്കാം. സ്കൂൾ വാനിന്റെ ഡ്രൈവറെ തന്നെ ഇതിന് നിയോഗിക്കാം. എന്നും കുട്ടികളെ വാനിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്ന രീതിയിലാക്കാം. താങ്ക് യു സോ മച്ച് മാഡം. എന്തായാലും ദേവികയുടെ ആശയങ്ങളെല്ലാം കൊള്ളാം. ഇതെല്ലാം പുരോഗമനപരവുമാണ്. ഇനി ഇതുപോലുള്ള ആശയങ്ങൾ ഉണ്ടാവട്ടെ. ഷുവർ മാം. എന്നാ ദേവിക ക്ലാസ്സിലേക്ക് ചെന്നു. ശരി മാം. ഓക്കെ. ടീച്ചർ, തൽക്കാലം ഞാൻ നിങ്ങൾക്ക് പാര വച്ചിട്ടില്ല. പക്ഷേ ഇതൊരു നല്ല ദിവസമായിട്ട് കണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ രീതികളൊക്കെ മാറ്റി നേരായ മാർഗത്തിൽ വരണം. കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഗുരുനാഥയാവണം. അപ്പോ സിദ്ധാർത്ഥന്റെ അവസ്ഥ നീ കാണുന്നുണ്ടല്ലോ. അവന്റെ അസുഖം പൂർണ്ണമായും ഭേദമാവും വരെ ഒരു നിമിഷം പോലും അവനെ തനിയെ വിടാൻ പറ്റില്ല. ഊണിലും ഉറക്കത്തിലും ഒന്നും വേണ്ട, സദാസമയവും ഒരാൾ കൂടെ വേണം. എനിക്കും ജാനകിക്കും എപ്പോഴും അവന്റെ ഒപ്പം ഇരിക്കാനാവില്ലല്ലോ. പുറത്തുനിന്നൊരാളെ വിശ്വസിച്ച് ഈ ചുമതല ഏൽപ്പിക്കാനും പറ്റില്ല. അവർക്കൊക്കെ പണം കൊടുക്കാന്നല്ലാതെ ആത്മാർത്ഥമായ സേവനം ഒന്നും പ്രതീക്ഷിക്കണ്ട. എല്ലാം ഒരുതരം വഴിപാടായിരിക്കും. അതുകൊണ്ടാ ഞാനൊരു തീരുമാനം എടുത്തത്. അപ്പു ഇനി മുതൽ ഈ വീട്ടിലെ ജോലികൾ നോക്കണ്ട, സിദ്ധുവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇന്നു മുതൽ സിദ്ധുവിന്റെ കെയർ ടേക്കറാ അപ്പു. അപ്പു എന്ത് പറയുന്നു? എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. മഹാദേവൻ സാർ എന്ത് പറഞ്ഞാലും ഞാനത് കൃത്യമായിട്ട് ചെയ്യും. ഓ, സിദ്ധുവിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയോളാം. സിദ്ധുവിന് കൃത്യസമയത്ത് ആഹാരം കൊടുക്കണം, അവനോടൊപ്പം കളിക്കണം, ഇടയ്ക്കൊക്കെ പുറത്തൊന്ന് കൊണ്ടുപോകണം എന്ന് വേണ്ട. സിദ്ധുവിന്റെ ആവശ്യങ്ങൾ മുഴുവൻ ഇനി അപ്പു വേണം കണ്ടറിഞ്ഞ് പെരുമാറേണ്ടത്. സിദ്ധുവിന് ഒരു പരാതിയും വരുത്താത്ത രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചോളാം. അറിയാലോ അവനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അവന്റെ പിടിവാശി, അക്രമവും ബഹളമൊക്കെ മാറ്റിയെടുക്കാൻ അപ്പു പരമാവധി പ്രയത്നിക്കണം. ഞാൻ ശ്രമിക്കാം സാർ. അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അപ്പുവിന്റെ സ്വഭാവം അനുസരിച്ച് അപ്പുവിനത് സാധിക്കും. അതുകൊണ്ടുകൂടിയാ ഞാൻ അപ്പുവിനെ സിദ്ധുവിന്റെ കെയർ ടേക്കർ ആക്കുന്നത്. അപ്പൊ മാമ, നമുക്ക് കളിക്കാൻ പോണ്ടേ? ഓണം വാ, നമുക്ക് പോവാം മാമ. കൊണ്ടുപോയിക്കോ. വാ പോവാം. വാ, ഞാൻ അവിടെ വിളിക്കാം. അപ്പൊ അവൻ എന്നെ കണ്ടുപിടിക്കണേ. വാ. മുത്തശ്ശി, ആഹാ, മോളായിരുന്നോ? വാ മോളെ. എങ്ങനെയുണ്ട് മുത്തശ്ശി, കാലൊക്കെ ഭേദമായോ? ഒന്നും പറയണ്ട മോളെ,
മോള് തൈലം ഇട്ട് ഉഴിഞ്ഞിട്ട് പോയപ്പോ അല്പം ഭേദം ഉണ്ടായിരുന്നു. പക്ഷെ ഉറങ്ങി എഴുന്നേറ്റപ്പോ വീണ്ടും വേദന തുടങ്ങി. അതിന്റെ കൂടെ കൂനിന്മേൽ കുരുവെന്ന് പറയും പോലെ രാവിലെ മുതലൊരു നെഞ്ചരിച്ചിൽ. അയ്യോ, എന്നിട്ടെന്താ, എല്ലാരും ചേർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് കുറച്ച് മരുന്നും ഗുളികയൊക്കെ തന്ന് പറഞ്ഞു വിട്ടു. അത് കഴിച്ചപ്പോഴേ കുറച്ച് ആശ്വാസമുണ്ട്. പ്രായം 10-70 ആയില്ലേ, അതിൻ്റെതായൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഏയ് ആ മോളിരിക്കെ, ഞാൻ ചായ എടുക്കാൻ പറയാം. ഏയ് അതൊന്നും ഇപ്പൊ വേണ്ട. ദേ ഇത് കണ്ടോ, മുത്തശ്ശിയുടെ കാലിന്റെ വേദന മാറ്റാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യൽ തൈലമാ. സ്പെഷ്യൽ തൈലവും? അതെ, ഇത് പുരട്ടിയാലേ വേദന വേഗം മാറും. ഞങ്ങൾക്കിത് അനുഭവം ഉള്ളതാ. ആണോ? ആണ് മുത്തശ്ശി. ഞാനിത് മുത്തശ്ശിയുടെ കാലിൽ പുരട്ടി തരട്ടെ? എങ്ങനെയുണ്ട്? ഒഴിയുമ്പോഴേ നല്ല സുഖമുണ്ട്. എന്നാലേ നമുക്ക് എഴുന്നേറ്റൊന്ന് നടന്നു നോക്കിയാലോ? ഞാൻ പിടിക്കാം. നടക്കണോ? മെല്ലെ മെല്ലെ ഇച്ചിരി നടന്നാലേ അസുഖം സുഖപ്പെടൂ. ഞാൻ പിടിക്കാം. അതൊന്നും വേണ്ട മോളെ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മോളെ അത് എഴുന്നേറ്റ് കാലെടുത്ത് താഴെ വെച്ച് വേണ്ട പതുക്കെ മോളെ. പതുക്കെ. ഞാനിവിടെ ഉണ്ടല്ലോ മുത്തശ്ശി. വാ, മുത്തശ്ശി ഇന്ന് നടത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ദേ പിടിച്ചേ. വാ. മോളെ കാല് ആ വേദനയൊക്കെ അങ്ങ് മാറും. നടന്നേ പതുക്കെ. ആ പതുക്കെ പതുക്കെ പതുക്കെ. അങ്ങനെ നടക്ക്. മുത്തശ്ശി, നടക്കാൻ പ്രയാസമാണെങ്കിൽ ഈ എണ്ണയും തൈലവും ഒഴിവാക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റിനെ വരുത്തി ചികിത്സിക്കാം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ തൈലം പുരട്ടി കഴിഞ്ഞാൽ മതി, മുത്തശ്ശിയുടെ എല്ലാ വേദനയും മാറും. മുത്തശ്ശിക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ നല്ല ചൂടിയോടെ നടക്കും. ഞാനാ പറയുന്നത്. ഉറപ്പാണോ? ഉറപ്പ്. ഇതിന് ഞാൻ ഗ്യാരണ്ടി. നടക്കുമ്പോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിക്കണം. അത് കഴിഞ്ഞ ആ പ്രയാസം അറിയേയില്ല. മുത്തശ്ശി നിർത്തണ്ട, നടന്നേ. ഒന്നും സംഭവിക്കില്ല. കോംപ്ലിക്കേറ്റ് ആക്കരുത്. ഒന്നും ഉണ്ടാവില്ല. മുത്തശ്ശി നടന്നേ. പതുക്കെ പതുക്കെ. നിർത്തിക്കാം. ഇനി തിരിഞ്ഞു. തിരിച്ചു. മോനെ, മോള് പറഞ്ഞ നേരാ കേട്ടോ. ഇപ്പൊ വേദനയ്ക്ക് നല്ല കുറവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേദന മാറൂന്ന്. ആ ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ ഗ്യാരണ്ടി പറഞ്ഞത്. ഇപ്പൊ കുറച്ച് സമാധാനമായി. സാറിന്റെ ടെൻഷൻ മാറിയോ? മുത്തശ്ശിക്ക് ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞാനതിനാ ടെൻഷനാവുന്നേ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. മുത്തശ്ശി, ഇനി വേറെ വൈദ്യനെയും ഫിസിയോതെറാപ്പിസ്റ്റിനൊന്നും തപ്പി പോണ്ട. എല്ലാത്തിനും പോകുന്ന ആള് അടുത്ത് തന്നെയുണ്ട്. എന്നാ ട്രീറ്റ്മെന്റ് നടക്കട്ടെ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി വേറെ വൈദ്യനെയും ഫിസിയോതെറാപ്പിസ്റ്റിനൊന്നും തപ്പി പോണ്ട. എല്ലാത്തിനും പോകുന്ന ആള് അടുത്ത് തന്നെയുണ്ട്. വാമക്കളെ, വാ വാ വാ. പെട്ടെന്ന് വരൂ. സൂക്ഷിച്ചു വരണേ. ശരി, വാ പോ. ഏഞ്ചലേ, കുട്ടനോ?
കുട്ട ഓടല്ലേ? ഏഞ്ചലേ കുട്ടാ ഞാനുണ്ടല്ലോ മനസ്സിലിങ്ങനെ മാലാക്കി കാണാനുള്ള മാത്രം നോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഏഞ്ചലെത്തി. കൊല്ലാലോ. കുട്ടൻ എപ്പോഴും ഇവിടെ വന്നേ? ഞാൻ എപ്പോഴാ വന്നേ മാമ? ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും. അരമണിക്കൂറായി. ഇതാരെന്ന് മനസ്സിലായോ? ഇതാണ് അപ്പം മാമ. ഞാൻ കുട്ടന്റെ കെയർ ടേക്കറാ. മാലക്ക വാ, നമുക്കിവിടെ കളിക്കാൻ പോവാം. ഇവിടെ കുറേ സ്ഥലമുണ്ട്. അവിടെയുണ്ട്. വാ പോവാം. വാ എല്ലാരും വാ. അയ്യോ കുട്ട ഓടല്ലേ? കുട്ട നിക്ക്. കുട്ട നിക്ക്. ഞാൻ നിക്കില്ല. ഓടല്ലേ? കുട്ട എല്ലാരും വാ. നിക്ക് കുട്ട. കുട്ടാ കുട്ട നിക്ക്. എന്നെ പിടിക്ക്. അയ്യോ ഓടല്ലേ? പറയുന്നത് കേക്ക്. പറ്റിച്ചേ. ഞാൻ പലകീട്ട് വിളിച്ച് പറയാം. നിക്ക് അവിടെ. നിക്ക് കുട്ട. കുട്ട നിക്ക്. അയ്യോ കേറല്ലേ? അത് കേറല്ലേ കുട്ട? കുട്ടാ കുട്ടാ അയ്യോ കുട്ട താഴെ താഴെ ഇറങ്ങ്. ഇറങ്ങ്. ഞാൻ ജയിച്ചേ. കുട്ട താഴെ ഇറങ്ങ്. ഞാൻ ജയിച്ചേ. ഇറങ്ങി വാ കുട്ട. ഞാൻ ഇപ്പൊ ഇവിടെ ചാടും. അയ്യോ കുട്ട ചാടല്ലേ? ഞാൻ ചാടും. ചാടരുത്. ഞാൻ ചാടും. ഇപ്പൊ ചാടും. അയ്യോ കുട്ട അബദ്ധമൊന്നും കാണിക്കില്ലേ? ഞാൻ ചാടും. കുട്ട ഞാനാ പറയുന്നത്, ചാടരുത്. ഞാനിപ്പോ ചാടും. കുട്ട കുട്ട അങ്ങനെ ചെയ്യരുത്. കുട്ട ഞാനാ പറയുന്നേ. ഇറങ്ങി വാ. ആ കുട്ട വന്നാ ഏഞ്ചല് ചോക്ലേറ്റ് വാങ്ങിത്തരാം. എവിടെ ചോക്ലേറ്റ് എവിടെ കാണിക്ക്. ആ, ദാ അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ചോക്ലേറ്റോ ഐസ്ക്രീമോ എന്ത് വേണേലും വാങ്ങിത്തരാം. വാ ഒന്നിറങ്ങി വന്നേ. ശരിയോ? ആ വാങ്ങിത്തരാം, വാ. എന്നാ ഞാൻ വരാം. സൂക്ഷിച്ചിറങ്ങി വരണേ, നോക്കി. നോക്കി ഇറങ്ങി വാ. ആ നോക്കിയാ വരണേ. പതുക്കെ നോക്കി ഇറങ്ങി വരണേ കുട്ടാ. നോക്കിയാ വരണേ. സൂക്ഷിച്ച്. ഏഞ്ചലേ സൂക്ഷിച്ച്. കുട്ട നീ എന്ത് പണിയായി കാണിച്ചത്? എന്താ കുട്ടായി കാണിച്ചത്? കുട്ട അതിനെനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ ഓക്കെ അല്ലേ? ഞാൻ ഇറങ്ങി വന്നല്ലോ. എവിടെ ഐസ്ക്രീം? ഐസ്ക്രീം വേണോ? ആ വാങ്ങിച്ചാ. വാ നടക്ക്. വാ വാ നടക്ക്. നടക്ക് കൂട്ടാ. മോളുടെ പേരെന്താ? ജനനി. എവിടെയാ വീട്? കവടിയാർ. മോൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? ജനനി എന്താ വേണ്ടത്? ഒന്നുമില്ല, ഈ കുട്ടിയെ കണ്ടപ്പോ ചെറിയ ഇഷ്ടം തോന്നി, അതുകൊണ്ടാ ഞാൻ ചോക്ലേറ്റ് കൊടുത്തത്. പരിചയമില്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ എന്തിനാ ചോക്ലേറ്റ് കൊടുക്കുന്നത്? മോളെ, പരിചയമില്ലാത്ത ആളുകൾ എന്ത് തന്നാലും വാങ്ങിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്റെ കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നില്ലേ, അതെവിടെ? അവിടെ നിന്നെ. അതെ, ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്നെടുത്ത് മാല മര്യാദയ്ക്ക് തന്നിട്ട് പോണം. മാലേ? ഏത് മാല? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഒരുമാതിരി ആളുകളെ കള്ളന്മാരാക്കാൻ നോക്കരുത്. മാല തന്നിട്ട് പോയാ മതി. നിങ്ങൾ കുട്ടിക്ക് ചോക്ലേറ്റ് വെച്ച് നീട്ടിയപ്പോഴേ എനിക്ക് മനസ്സിലായതാ
മാല എടുക്ക. അങ്ങോട്ട് മാറിക്കടി. മാല തരാതെ ഇവിടുന്ന് പോരുത്. കയ്യിന്ന് വിടറി. കയ്യിന്ന് വിടാനാ പറഞ്ഞേ. വിടറി കയ്യിന്ന്. പോണം മാമ. നീ മാല തന്നിട്ട് പോടാ. വിടാനാ പറഞ്ഞല്ലോ. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? വിടുവോ വിടുവോ. മാല താടോ. വിടാനോ? മാല തന്നിട്ട് നീ പോയാ മതി. മാല താടോ. മാല തരാനല്ലേ പറഞ്ഞേ? മാല തന്നിട്ട് നീ പോയാ മതി. ചേട്ടാ, ആ കുട്ടിയുടെ മാല ഇവന്മാര് പിടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. എവിടെ പോകാൻ? മാല തന്നിട്ട് പോടാ. മാല തന്നിട്ട് പോയാ മതി. നമുക്കിവിടെ നിൽക്കണ്ട, പോകാം. മാല മാല അവന്മാർ രക്ഷപ്പെടുന്നാ തോന്നുന്നത്. പക്ഷെ പേടിക്കണ്ട, അവന്മാരെ നമ്മള് പൊക്കും. ഓക്കെ വാ മക്കളെ, പോവാം. വാ 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 വാ, എല്ലാരും വരും. ബസ്സിൽ കയറി വാ, കയറിക്കോ. വാ വാ വാ. ആ ബാഗ് വേഗം സൂക്ഷിച്ചേ. കേൾക്കോ. ഇത് പിടിച്ചേ. അങ്ങനെ അവള് ജയിച്ചു പോകാൻ വിടാൻ പാടില്ല. വാടാ. നീ എന്ത് കരുതി? ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാന്ന് വിചാരിച്ചോ? നോക്കി നിൽക്കാതെ ആ കൊച്ചിന്റെ കടിച്ചത് മാല ഊരി എടുക്കടാ. കൊച്ചിനെ തുടരുത്. ചേട്ടാ, വണ്ടി നിർത്ത. ചേട്ടാ ചേട്ടാ, വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. ടീച്ചറെ, കുട്ടികളെല്ലാം സേഫ് അല്ലേ? ചേട്ടാ, വണ്ടി എടുക്ക. ചേച്ചി, ഇത് കണ്ടോ? എന്താ ഇതെന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററാ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. പ്രതീക്ഷിത പോലെ ആ ജോലി നിനക്ക് തന്നെ ലഭിച്ചല്ലോ. സന്തോഷം. ചേച്ചി,
എന്താ മഞ്ജു? നിങ്ങളെ ഈ മൊബൈലും കൊത്തിക്കൊണ്ട് സദാ നേരം ഇങ്ങനെ ഇരുന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്നാ? അവിടെ ഗോപിക്ക് വരെ ജോലി കിട്ടി. അവക്ക് ജോലി കിട്ടുന്ന ഉറപ്പായിരുന്നല്ലോ. നിങ്ങൾ എവിടെ പോവാ? എന്താ നിന്റെ ഭാവം? നിങ്ങൾ ഇനി എന്നാ ഒരു ജോലി തരപ്പെടുത്തുന്നേ? നിങ്ങൾക്കൊരു ജോലി കിട്ടിയെന്ന വാർത്ത കേൾക്കാനുള്ള യോഗം ഈ ജന്മത്തിൽ എനിക്ക് ഉണ്ടാവോ? മഞ്ജു, ഇതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാ. ഞാൻ പരിശ്രമിക്കാഞ്ഞിട്ടല്ല, ജോലി കിട്ടണ്ടേ? പ്രയത്നിക്കേണ്ട രീതിയിൽ പ്രയത്നിച്ചാലേ ജോലി കിട്ടും. ഇത് ഒരൊറ്റ കീറം വെച്ചാണല്ലോ. ജോലിയെ കുറിച്ചുള്ള സംസാരം ഈ വീട്ടിൽ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. പിന്നെ നീ എന്തിനാ വാ തുറക്കുന്നേ? എനിക്ക് നാണക്കേടായതുകൊണ്ട്. എന്നാ നീ ഇറങ്ങി എനിക്ക് വേണ്ടി ജോലി ഉണ്ട്. ഓ, അപ്പൊ ഞാൻ തന്നെ ജോലി കണ്ടുപിടിച്ച് തരണമായിരിക്കും. എന്താടാ എന്താ ഇവിടെ ഒരു ബഹളം? അപ്പുറത്തെ ആളുകളുള്ളതല്ലേ? നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടിയ നാണക്കേടാ ഇവിടെ. അത് അമ്മ മരുമോളെ പറഞ്ഞ് പഠിപ്പിക്കും. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ഓ, എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. ഞാനെന്തോ മനഃപൂർവ്വം ജോലിക്ക് ട്രൈ ചെയ്യാത്ത പോലെ അവളുടെ സംസാരം. മോളെ, ജോലി ഇല്ലാന്ന് പറഞ്ഞ് നീ ഇവനോട് തല തല്ലിയിട്ട് ഒരു കാര്യമില്ല. എല്ലാം നമ്മുടെ ഭാഗ്യദോഷം. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ? ജോലി കിട്ടാനുള്ള യോഗം വിധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?